നമസ്കാരം. ലോകാവസാനം എന്ന കാര്യം എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ലോകം എന്നേക്കുമായി അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ശാസ്ത്രലോകം. ആഗോള വിനാശത്തിന്റെ സൂചകമായ ഡൂംസ്ഡേ ക്ലോക്കിന്റെ സൂചി അർദ്ധരാത്രിക്ക് 85 സെക്കൻഡ് മാത്രം ബാക്കിയുള്ള ദൂരത്തേക്ക് ശാസ്ത്രജ്ഞർ മാറ്റി. 79 വർഷത്തെ ക്ലോക്കിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സൂചി അർദ്ധരാത്രിയോട് ഇത്രയും അടുത്തെത്തുന്നത്. 2026-ൽ മനുഷ്യരാശി നേരിടുന്ന ഭീഷണി ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. യുദ്ധവും ആണവ ഭീഷണിയും പ്രകൃതിക്ഷോഭവും ഉൾപ്പെടെ വൻ ദുരന്തങ്ങളുടെ പാതിരായുടെ നമ്മൾ എത്ര അടുത്താണെന്ന് പറഞ്ഞു തരുന്ന ലോകാവസാനത്തിൻ്റെ ഘടികാരത്തിൻ്റെ സൂചികളാണ് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയൻറ്റിസ്റ്റ് ഇന്നലെ പുതുക്കി ക്രമീകരിച്ചത്. ആണവായുധങ്ങളുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, കൃത്രിമ ബുദ്ധി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ വിനാശകരമായ ഉപയോഗം എന്നിവയാണ് ലോകത്തെ ഈ അന്ത്യഘട്ടത്തിലേക്ക് നയിച്ചതെന്ന് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻറ്റിസ്റ്റ് വ്യക്തമാക്കി. 2025-ൽ ഇറാൻ, ഇസ്രയേൽ, റഷ്യ, US എന്നീ രാജ്യങ്ങൾക്കിടയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യങ്ങളും ആണവായുധ നിയന്ത്രണ കരാറുകളുടെ കാലാവധി അവസാനിക്കുന്നതും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു. കൂടാതെ മിറർ ലൈഫ് എന്നറിയപ്പെടുന്ന കൃത്രിമ ജൈവ വസ്തുക്കളുടെ നിർമ്മാണവും പുതിയ മഹാമാരികൾക്ക് കാരണമായേക്കാമെന്ന് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നുണ്ട്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്നും സമയം അതിവേഗം കൈവിട്ടു പോവുകയാണെന്നും ബുള്ളറ്റിൻ പ്രസിഡന്റ് അലക്സാന്ദ്ര ബെൽ പറഞ്ഞു. ആഗോള സഹകരണം ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ വരാനിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കുമെന്നും ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1947-ലാണ് ഡൂംസ്ഡേ ക്ലോക്ക് ആദ്യമായി സ്ഥാപിച്ചത്. 2011-ൽ അർദ്ധരാത്രിയിലേക്ക് 6 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്ന സമയത്താണ് ഇത് വെറും 85 സെക്കൻഡായി ഇത് ചുരുങ്ങിയിരിക്കുന്നത്. 1947-ൽ നിലവിൽ വന്ന ഡൂംസ്ഡേ ക്ലോക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സമയസൂചിയാണിത്. ക്ലോക്കിലെ സൂചി അർദ്ധരാത്രിയോട് അടുക്കും തോറും ലോകം വലിയ അപകടത്തോട് അടുക്കുകയാണെന്നാണ് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 89 സെക്കൻഡിലായിരുന്നു. 1947-ൽ ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു ആണവായുധ ഭീഷണിയെക്കുറിച്ച് നിരന്തരമായ ഭയം സൃഷ്ടിച്ചപ്പോൾ ഷിക്കാഗോ ആസ്ഥാനമായിട്ടുള്ള ലാഭേച്ഛയില്ലാത്ത സംഘടന ഡൂംസ്ഡേ ക്ലോക്ക് സൃഷ്ടിക്കുകയായിരുന്നു. തുടർച്ചയായി രണ്ടാം വർഷമാണ് ഡൂംസ്ഡേ ക്ലോക്ക് അർദ്ധരാത്രിയോട് അടുത്തത്, അതായത് ലോകം അവസാനിക്കുമെന്ന സാങ്കല്പിക പോയിന്റ്. 2020 വരെ ക്ലോക്ക് അർദ്ധരാത്രിയിലേക്ക് 2 മിനിറ്റിലധികം അടുത്തെത്തിയിരുന്നില്ല. ബുള്ളറ്റിൻ സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡിന്റെ ചെയർമാനായ ഡാനിയൽ ഹോൾസ് പറയുന്നത്, കഴിഞ്ഞ വർഷം ലോകം ദുരന്തത്തോട് അപകടകരമായി അടുത്തുവെന്നും രാജ്യങ്ങൾ അന്താരാഷ്ട്ര സഹകരണത്തിലേക്ക് ഏറ്റവും നിർണായകവും അസ്തിത്വപരമായ അപകട സാധ്യതകളിൽ നടപടികളിലേക്ക് മാറേണ്ടതുണ്ടെന്നും തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്നാണ്. 2025-ൽ ആണവായുധ രാഷ്ട്രങ്ങൾ കൂടുതൽ ശത്രുതാപരമായി മാറിയെന്നും 4 സെക്കൻഡ് കുതിപ്പിനെ ഇത് സ്വാധീനിച്ചുവെന്നും ഹോൾസ് കൂട്ടിച്ചേർത്തു. 2023-ൽ ശാസ്ത്രജ്ഞർ 100 സെക്കൻഡ്സിൽ നിന്ന് അർദ്ധരാത്രി വരെ 90 സെക്കൻഡായി കുറച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. US-ഉം റഷ്യയും തമ്മിലുള്ള ആണവായുധ ശേഖരം നിയന്ത്രിക്കുന്ന ഏറ്റവും പുതിയ ഉടമ്പടി അടുത്ത ആഴ്ച കാലഹരണപ്പെടും. എല്ലാ വർഷവും മനുഷ്യരാശി സൈദ്ധാന്തികമായി സമ്പൂർണ്ണ ഉന്മൂലനത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കി ഡൂംസ്ഡേ ക്ലോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് മുന്നോട്ട് പോയി കുറച്ച് മിനിറ്റുകളോ സെക്കൻഡുകളോ അർദ്ധരാത്രിയോട് അടുക്കുകയാണെങ്കിൽ അത് മനുഷ്യവർഗം സ്വയം നാശത്തിലേക്ക് അടുത്തുവെന്ന് സൂചിപ്പിക്കുന്നു. അത് അർദ്ധരാത്രിയിൽ നിന്ന് കൂടുതൽ അകന്നു പോയാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ പോയിന്റ് മുതൽ മാനവരാശി ആഗോള ദുരന്തത്തിന്റെ അപകട സാധ്യതകൾ കുറിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്നു. ചില വർഷങ്ങളിൽ ക്ലോക്കിന്റെ സൂചികൾ ഒട്ടും ചലിക്കുന്നില്ല. ഇത് ലോകമെമ്പാടുമുള്ള ആഗോള പിരിമുറുക്കങ്ങളും ഭീഷണികളും നല്ലതിനോ മോശമായോ മാറിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, ആണവായുധ ഭീഷണി, കാലാവസ്ഥാ വ്യതിയാനം, പക്ഷിപ്പനി, പകർച്ചവ്യാധി എന്നിവ ഉദ്ധരിച്ച് ബുള്ളറ്റിൻ ക്ലോക്ക് സമയം 89 സെക്കൻഡിലേക്ക് മാറ്റി. പ്രതീകാത്മകമാണെങ്കിലും യഥാർത്ഥ ക്ലോക്ക് അല്ലെങ്കിലും 2026-ലേക്കുള്ള അവരുടെ വിലയിരുത്തലിൻ്റെ വാർത്ത ചൊവ്വാഴ്ച ഒരു പരിപാടിയിൽ ബുള്ളറ്റിൻ ഓഫ് ദ അറ്റോമിക് സയൻറ്റിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. എല്ലാ ജനുവരിയിലും ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയൻറ്റിസ്റ്റ് ഡൂംസ്ഡേ ക്ലോക്കിനെ കുറിച്ചുള്ള വാർഷിക അപ്ഡേറ്റ് വെളിപ്പെടുത്താറുണ്ട്. 1947 ജൂണിൽ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയൻറ്റിസ്റ്റ് ജേണലിനായി ഒരു പുതിയ കവർ രൂപകൽപ്പന ചെയ്യാൻ US കലാകാരനായ മാർട്ടിൻ ലാങ്ഫോർഡിനെ നിയമിച്ചപ്പോഴാണ് ഡൂംസ്ഡേ ക്ലോക്ക് ഔദ്യോഗികമായി നിലവിൽ വന്നത്. ആണവ ഭീഷണിയെ സൂചിപ്പിക്കാനാണ് ഡൂംസ്ഡേ ക്ലോക്ക് സൃഷ്ടിക്കപ്പെട്ടത്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഇത് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാറുണ്ട്. അർദ്ധരാത്രി എന്നതിലൂടെ ലോകാവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്താനല്ല, മറിച്ച് ചർച്ചകൾക്കും നയപരമായ മാറ്റങ്ങൾക്കും പ്രേരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നയതന്ത്രത്തിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും ഇപ്പോഴും പുരോഗതി സാധ്യമാണെന്ന് ഗവേഷകർ അടിവരയിടുന്നു.